ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണെന്ന് പറഞ്ഞാൽ യൂബറിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ്. ചിലർ പറയണേക്കാം ഓട്ടം വളരെ കുറവാണെന്ന്, ചിലർ പറയണേക്കാം വലിയ കുഴപ്പമില്ലെന്ന്, ചിലർ നല്ല ഓട്ടം ഉണ്ടെന്ന് പറയണേക്കാം. അപ്പോൾ ഇപ്പോൾ 2025 ഇപ്പോൾ ഫെബ്രുവരിയൊക്കെയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ എങ്ങനെയുണ്ട് ഓട്ടം എന്നുള്ള രീതിയിൽ, അതായത് കഴിഞ്ഞ മാസമൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനി നോമ്പൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെയും ഓട്ടം കുറയും. അപ്പോൾ ഇപ്പം ഞാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വൈഫിൻ്റെ വീട്ടിലെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓൺ ചെയ്തിടാന്ന് ഓർത്തിരിക്കണേ. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺ ചെയ്തിട്ടിട്ട് എങ്ങനെയാണ് ട്രിപ്പ് എത്ര നേരം കൊണ്ട് കിട്ടുമെന്നും, അഥവാ കിട്ടിയില്ലെന്നാണെങ്കിൽ ഇപ്പോൾ അധികം എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടിട്ട് നോക്കാമെന്ന് ഓർത്താൽ. ഇപ്പോൾ തൽക്കാലം ഓൺ ചെയ്തിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വല്ല സിനിമയൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ട്രിപ്പ് കിട്ടുന്നുണ്ട്. സാധാരണ എനിക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്തിടുമ്പോൾ കിട്ടാറൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വണ്ടി ഏതാന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ വണ്ടിയല്ല, നമ്മുടെ അളിയൻ്റെ വണ്ടിയാണ്, വൈഫിൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. വണ്ടി ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിക്കണവരോട് എനിക്ക് പറയാനുള്ള വാഗനറാണ് കുറച്ച് നല്ല വണ്ടി, കുറച്ചുകൂടി സ്പേസ് ഉണ്ടാവും. പിന്നെ ഈ വണ്ടി എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഉപകാരമാണ്. എല്ലാ സിറ്റി കിടന്ന് ഓടാൻ നേരത്ത് ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നല്ല എളുപ്പമാണ്. പിന്നെ പാർക്കിംഗ് ആണെങ്കിലും സൈഡിലൊക്കെ എവിടെയെങ്കിലും ഒതുക്കിയിടാൻ നല്ല സൗകര്യമാണ്. അതെ, രാവിലെ അപ്പം നമ്മുടെ ചെക്കൻ ഐസ്ക്രീമൊക്കെ തിന്നേണ്ട കിടപ്പുണ്ട്. രാവിലെ തന്നെ എണീറ്റപ്പോൾ തന്നെ ഐസ്ക്രീം തിന്നേണ്ട കിടക്കണം. ഇതാണ് നമ്മുടെ ആള്. ഹായ് പറഞ്ഞോ, ഹായ് പറഞ്ഞേ, ഹായ് പറ. അപ്പൊ നമ്മൾ നോക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഇപ്പം മുതൽ ഓൺ ചെയ്തിട്ട് നമ്മളുടെ ഇതാണ്, അതായത് ഞാൻ എത്ര രൂപ കൊടും, ഇന്ന് ഞാൻ എത്ര രൂപ കൊടുന്നു, ഇപ്പം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും സത്യസന്ധമായിട്ട് ഞാൻ എത്ര രൂപ എൻ ജി ഒന്ന് കാണിച്ചു തരാം എനിക്ക് കേട്ടാ. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ പറഞ്ഞേ. അപ്പോൾ 10:40 ആവണതേ ഉള്ളു. അപ്പം ഞാൻ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, ഓൺ ചെയ്തിടാൻ പോണേ. അപ്പോൾ യൂബർ എടുത്ത് ഓണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ വെയിറ്റിങ്ങിലാണ് ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പം ഇപ്പം കിട്ടുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ വീട്ടിലിരുന്ന് നല്ല പോസ്റ്റായി പോയി. നമ്മ ഒരു 11 മണിയൊക്കെ ആവാറായപ്പോഴാണ് ഓൺ ചെയ്തിട്ടത്. പിന്നെ ഞാൻ പുറത്തൊന്നും വന്ന് വെയിറ്റിംഗ് അല്ലായിരുന്നു, വീട്ടിൽ തന്നെ ഇരുന്നേച്ചാണ്. പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ ഇവിടുന്ന് ഓൺ ചെയ്തിടുമ്പോ കുറച്ചു നേരം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ബുക്കിംഗ് കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായപ്പോഴത്തേക്ക് പുറത്ത് എന്തായാലും ഇനി പുറത്തുനിന്നാണ് സാധാരണ ഫുഡ് കഴിക്കാറ്. അപ്പൊ ഇനി പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടല്ല, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോരാലാന്ന് ഓർത്ത് കഴിച്ചിട്ട് പിന്നെയും കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. ഇപ്പൊ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ പതിയെ ഓടിച്ച് ഒന്നെങ്കിൽ തോപ്പുംപടി ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇടക്കോച്ചിയാ കുമ്പളങ്ങ ആ ഒരു ഭാഗത്തേക്ക് പതിയെ ഓടിക്കാലാന്ന് ഓർത്തിപ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണാണ്. ആ ഒരു ഭാഗത്തേക്ക് പോയാലേ നമുക്ക് ഇനി ട്രിപ്പ് കിട്ടുള്ളൂ. കാരണം ഇവിടെ നിന്ന് കിട്ടേണ്ടതാണ്. ഇന്നിപ്പോ കിട്ടിയില്ല. ഓരോ ദിവസം എങ്ങനെ ആരെങ്കിലും ഒക്കെ ബുക്ക് ചെയ്യണ പോലെ ഇരിക്കുമല്ലോ. പക്ഷെ നമ്മൾ എറണാകുളത്തേക്ക് ആയിരുന്നു ഇത്ര നേരം വെയിറ്റ് ചെയ്തെങ്കിൽ എന്തായാലും ഒരു ട്രിപ്പെങ്കിലും എങ്ങനെ വന്നാലും കിട്ടണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ മാറി ഇങ്ങനെ ഇത് പ്രതീക്ഷിച്ചിരുന്നിട്ടും കാര്യമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ പതിയെ ഓടിക്കണാണ്. കാരണം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ പോവും. ഇന്നലെയും നൈസായിട്ട് ഞാൻ ലീവായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഓടി കുറച്ച് പൈസ ഒപ്പിക്കണമെന്ന് ഓർത്താണ് ഇറങ്ങിയേക്കണത്. ഇപ്പൊ 2:30 ആയിട്ടുണ്ട്. നമുക്കപ്പോ ടോട്ടലി എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്നും എങ്ങനെയൊക്കെ ട്രിപ്പ് കിട്ടുമെന്നും നോക്കാം നമുക്ക്. ഞാൻ പള്ളൂരത്തി എത്തി വണ്ടി ഒന്ന് സൈഡ് ഒതുക്കിയപ്പോ തന്നെ എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചില്ല അക്കൗണ്ടിന് വല്ല പ്രശ്നം ഉണ്ടാവുന്നൊക്കെയാ, പക്ഷെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് നമുക്ക് അവിടെ നിന്ന് ട്രിപ്പ് അടിക്കാനിട്ട് ഇതാണ്. ഇപ്പൊ ടൈം ഒരു 3:10 ആവാറായിട്ടുണ്ട്. അപ്പോ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പൊ ഇനി നമുക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടിയാൽ മതി. ഇങ്ങനെ വെറുതെ കിടന്നാ ബോറടിക്കും. അപ്പൊ ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണേ. ആ ഫസ്റ്റ് ട്രിപ്പിൽ നമുക്ക് പള്ളൂരത്തിൽ നിന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. അപ്പൊ അതിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ 173 രൂപ. ഇതാണ് 7 കിലോമീറ്റർ തികച്ചില്ലായിരുന്നു അവിടെ. അപ്പോ ഇവിടെ ഒരു ടാക്സി കിടക്കുന്നുണ്ട്. അപ്പോ അപ്പൊ മെഡിക്കൽ ടെസ്റ്റിന്റെ സൈഡിൽ തന്നെ ഒതുക്കിയിട്ടിട്ട് ഇരിക്കണാണ്. ഇവിടെ നിന്ന് തന്നെ ചിലപ്പോ ട്രിപ്പ് അടുത്ത കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കണാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് അത്ര നേരം നോക്കിയ സമയത്ത് രാവിലെ ഇങ്ങോട്ട് പതിയെ പോകുന്നേച്ചെങ്കിൽ രാവിലെ തൊട്ട് എനിക്ക് ഓടാറുന്നു. എന്നാലും മാക്സിമം എത്ര രൂപ മാക്സിമം നല്ല രീതിക്ക് ഓടാൻ നോക്കണം. നമുക്ക് എന്തായാലും നോക്കാം. അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഗൈസ്, പെരുമ്പടപ്പിലേക്കാണ്. അപ്പോ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അടിച്ചേക്കണത്. അപ്പൊ പെരുമ്പടപ്പിലേക്കാൻ
അപ്പോ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അധികം പോസ്റ്റ് ഒന്നും ഇല്ലാഞ്ഞ് നോക്കാം. അപ്പൊ നമ്മള് രണ്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 193 രൂപ കിട്ടിയേക്കണത്. 210 രൂപ കളക്ട് ചെയ്യണ്ടായി. ഇതിലും ഒരു 8 കിലോമീറ്റർ കൂടുതൽ ഡ്രൈവ് ചെയ്യാനുണ്ടായുള്ളു. പിന്നെ ഓരോ സമയം അനുസരിച്ച് ഈ ട്രിപ്പ് ഇത് മാറും. അപ്പോഴത്തേക്കും എനിക്ക് അടുത്ത ട്രിപ്പ് തൃപ്പൂണിത്തറ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്യണ്ട. അത് 262 രൂപ കാണിച്ചാണ്. അപ്പോ ഇവിടെ നിന്ന് 150 മീറ്ററുകള്. അപ്പൊ അത് പിക്കാൻ വേണേ. അത് ഡ്രോപ്പ് ചെയ്തപ്പോ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് റാൻഡം ആയിട്ട് അടിച്ചത്. അപ്പോ അത് പിക്കാൻ വേണ്ടി പോണേണ്. 1 കിലോമീറ്റർ കാണിച്ചേക്കണേ ഇവിടെ നിന്ന്. അപ്പോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എടപ്പള്ളിക്കാണ്. നോക്കാം. അങ്ങനെ എടപ്പള്ളി എത്തി. അത് ക്ലോസ് ചെയ്തപ്പോ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ. എങ്ങോട്ടാന്ന് മനസ്സിലായില്ല. ഞാൻ അപ്പൊ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോണേണ്. 300 സംതിങ് കാണിച്ചിട്ടുണ്ടായി എമൗണ്ട്. 300 സംതിങ് കാണിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞില്ലേ, അത് എങ്ങോട്ടാന്ന് ഞാൻ കണ്ടുമില്ലായിരുന്നു. സംഭവം ചെറിയ പണി കിട്ടിയ പോലത്തെ സീനാണ്. നോർത്ത് പറവൂരേക്കായിരുന്നു ഇത് കണ്ട. അതില് 374 രൂപയാണ് എനിക്ക് കിട്ടിയേക്കണം. ടോട്ടലി 1272 രൂപയായി. ഇപ്പൊ 7 മണി ആവാറായി. അപ്പൊ എടപ്പള്ളിന്ന് ഇത് എടുത്തതാ ഞാൻ. ഇപ്പൊ ഒരു പമ്പില് കിടക്കണേ. പിന്നെ അവര് ആ കേറിയ മാഡം ഒരു നല്ല കമ്പനി ആർന്ന്. എനിക്കൊരു ഇപ്പം അതിൽ കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 529. എനിക്ക് 700 രൂപ തന്നു. അപ്പൊ ബാലൻസ് ഒരു 170 രൂപ എനിക്ക് ടിപ്പ് തന്നു. അപ്പൊ അതുകൊണ്ടിട്ട് റിട്ടേൺ ഒക്കെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ തന്നാ. ഇപ്പൊ അതേ ഒരു പമ്പിൽ കയറി ഒതുക്കിയിട്ടേക്കണേന്. അപ്പൊ ഇനി റിട്ടേൺ കിട്ടണ ആരും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒരു 1272 രൂപ. പിന്നെ 170 രൂപ ടിപ്പും കൂടി കിട്ടിയേക്കണോണ്ടിട്ട് ചെറിയൊരു എമൗണ്ട് ആയിട്ടുണ്ട്. എന്നാലും കാലിക്ക് റിട്ടേൺ പോണ നഷ്ടമായ കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇത്ര നേരം ട്രിപ്പ് നല്ല പെട്ടെന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈം മാറുന്നല്ല. അപ്പൊ ഈവനിങ് ടൈം മാറുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് ഫോണിൽ എന്തോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ട്രിപ്പ് അടിച്ചത് എടപ്പള്ളിന്ന്. അപ്പോ പെട്ടെന്ന് ഞാൻ നോക്കാൻ പറ്റിയില്ല എങ്ങോട്ടാണെന്ന്. നോർത്ത് പറവൂരേക്കാർന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ എടുക്കൂലായിരുന്നു. കാരണം ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് റിട്ടേൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോ പിന്നെ കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി വെയിറ്റിംഗില്ല. പിന്നെ ഒരു നല്ല കസ്റ്റമർ ആയിരുന്നു ഓൾറെഡി. അപ്പോ അതുകൊണ്ടിട്ട് എനിക്കൊരു 170 രൂപ ടിപ്പൊക്കെ തന്ന്. അപ്പോ ഇപ്പൊ ഇനി എന്തായാലും ലാഗായിരിക്കും. കാരണം ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ തിരിച്ച് കാലിക്കോടിച്ച് പോയാലും നഷ്ടമായിരിക്കും. പിന്നെ നമ്മ ഇവിടെ കിടന്നിട്ടും കാര്യമില്ല. രാവിലത്തെ പോലെ പെട്ടുപോകും. അപ്പോ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് ഓർത്തിരിക്കണേണ്. അങ്ങനെ നോർത്ത് പറവൂരെന്ന് വണ്ടി ഓടിച്ച് കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോ വരാപ്പുഴയെന്നൊരു ട്രിപ്പ് കിട്ടി. അത് അവിടെ ഉള്ളിലേക്ക് തന്നെയുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു. അപ്പൊ അവിടെ ഒരു 2 ഭായിമാരായിരുന്നു. അവര് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഒരു 150 രൂപയാണ് എനിക്ക് അതിൽ കിട്ടിയതായിട്ട് കാണിച്ചത്. അപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് നമ്മൾ ചെന്ന ലൊക്കേഷൻ റോങ് ആയിരുന്നു. അവരിട്ട ലൊക്കേഷൻ തെറ്റായിരുന്നു. എന്നിട്ട് കുറച്ചും കൂടി ഒരു 4-5 കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞിട്ട് ഇത് ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് എമൗണ്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി ചെന്നതും അതായത് ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഇവര് ലൊക്കേഷൻ ഇട്ട സ്ഥലത്തേക്ക് ഉണ്ടായ സെയിം എമൗണ്ട് തന്നെ തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു 150 റുപ്പീസ് വേറെ കിട്ടി. അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ എനിക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി. അങ്ങനെ സൗത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്ത ട്രിപ്പ് എടപ്പള്ളിക്ക് കിട്ടി. എടപ്പള്ളിന്ന് പിന്നെ തിരിച്ച് പുല്ലേപ്പടി സൗത്തിന്റെ അങ്ങോട്ട് തന്നെ കിട്ടി. അത് കഴിഞ്ഞപ്പോ പള്ളൂരത്തേക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ടോട്ടൽ ഇപ്പൊ ഒരു 2370 രൂപക്ക് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഇപ്പൊ സമയം ഒരു 11:10 കഴിഞ്ഞു. ഇതാണ് ടോട്ടൽ ഇപ്പൊ 2369 രൂപ ഏൺ ചെയ്തിട്ടുണ്ട് ഞാൻ. അതില് 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സമയം ഒരു 11:12 ആയിട്ടുണ്ട്. ഇപ്പൊ പള്ളൂരത്തിയിലാണുള്ളത്. ഇത്രയും ടൈം ആയപ്പോഴത്തേക്കും മടുപ്പായി. പിന്നെ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാൻ എളുപ്പമായി കൊണ്ടിട്ട് നിർത്താന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു 150 രൂപ ഈ 2369 വേറൊരു ഇതിൽ പെടാത്തൊരു 150 രൂപ വേറെയും കിട്ടിയിട്ടുണ്ടായി. പിന്നെ ഒരു 170 രൂപ ടിപ്പും കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയ ഒരു 300 രൂപ കിട്ടിയാലും 2700 രൂപ മറ്റേ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട്. അപ്പൊ വലിയ കുഴപ്പമില്ലായിരുന്നു.
പിന്നെ എനിക്ക് രാവിലെ അവിടെ പെട്ടുപോയല്ല, രാവിലെ ഇങ്ങനെ അത് ട്രിപ്പ് നോക്കി നിന്നിട്ട് പെട്ടുപോയ കൊണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ ഇറങ്ങിച്ചെങ്കിൽ ഇത്രയും നേരം ഡ്രൈവ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഈ പറഞ്ഞ എമൗണ്ട് നേരത്തെ ഒപ്പിക്കാൻ പറ്റിയെങ്കിൽ നേരത്തെ വീട്ടിൽ പോവായിരുന്നു. പിന്നെ ഇന്നലെ CNG ഫുൾ ടാങ്ക് അടിച്ചിട്ട് വെച്ചോണ്ട് ഞാൻ ഇതുവരെ CNG ഈ എമൗണ്ടിന് ഓടാൻ വേണ്ടി ഞാൻ പമ്പിൽ ഇതുവരെയും കയറിയിട്ടില്ല. പിന്നെ പോണ വഴിക്ക് വേണം CNG ഫുൾ ടാങ്ക് ആക്കാൻ. ഇപ്പൊ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ ഓട്ടം വലിയ കുഴപ്പമില്ലായിരുന്നു. ചെന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വലിയ ലാഗിലാണ്ട് കിട്ടി. പിന്നെ നോർത്ത് പറവൂരേക്ക് പോയപ്പോഴാണ് ചെറുതായിട്ടൊന്നും ഇതായത്. എന്നാലും വരാപ്പുഴ ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിപ്പ് കിട്ടി. അവിടെ നിന്ന് അപ്പൊ തന്നെ സൗത്തിലേക്ക് കിട്ടി. അപ്പൊ അങ്ങനെ അപ്പൊ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോ ആയിട്ടൊക്കെ നോക്കാം. ബൈ.